ഹായ്. അപ്പോൾ ഇന്നൊരു യാത്രയാണ് കേട്ടോ. യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ സിറ്റിയിലോട്ടൊന്ന് പോകണം. പോകുന്നത് ബസ്സിലാണ് കേട്ടോ. ആരുമില്ല, കൂടെ വരാനായിട്ട് ആരുമില്ലായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ബസ്സിലോട്ട് പോകാം. ചേച്ചി വിളിച്ചപ്പോൾ ചേച്ചിക്ക് കണ്ണിന് സുഖമില്ല. അപ്പോൾ ചേച്ചി വന്നില്ല, ചേച്ചിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളെ കൂടെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു കേട്ടോ. ചെറിയൊരു യാത്രയാണ് കേട്ടോ. ബസ്സിൽ പോവുക, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങുക, വാങ്ങിയിട്ട് തിരിച്ചു വരിക, അത്രയേ ഉള്ളൂ. എന്തായാലും ഞാൻ തനിച്ചില്ല, അപ്പം നിങ്ങളെ കൂടെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങളെ കൂടെ വായോ, നമുക്ക് പോവാം അല്ലേ. ഇപ്പം ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു 11 മണിയായി. ഇപ്പോൾ 11 മണിയായി. 11 മണിയായി. ഒരു 11:30 11:15 അകത്ത് വെച്ച് ബസ്സുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു, ബസ്സുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് വെച്ചിട്ട് പോകാമല്ലോ. അപ്പോൾ എന്തായാലും 3 മണിക്ക് മക്കൾ വരുന്നതിന് മുന്നേ എനിക്ക് എത്താൻ പറ്റും. അപ്പോൾ പിന്നെ നമുക്ക് പോയാലോ, വായോ. അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ പോകുമ്പോഴത്തേക്ക്. പിന്നെ കുടയൊക്കെ എടുത്തു അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുകയാണ്, ഇവിടെ നിന്ന് ഈ കാണിക്കണേത് ഫോണും എടുത്ത് നീട്ടി പിടിച്ചിട്ടേ. അപ്പോൾ എനിക്കിങ്ങനെ ചെറിയൊരു ചമ്മലുണ്ട്, വല്ലായ്മയില്ല. എന്നാലും ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ആരും നോക്കണ്ടല്ലോ, നമ്മളിങ്ങനെ ആരെയും നോക്കണ്ട നമ്മൾ കാര്യങ്ങൾ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ അല്ലേ. അപ്പോൾ പിന്നെ ബസ് കിട്ടി കേട്ടോ. പെട്ടെന്ന് തന്നെ ചെന്നപ്പോഴത്തേക്ക് തന്നെ ബസ് കിട്ടി. ബസ് എടുത്തെറിഞ്ഞു, പിന്നെ തടഞ്ഞ് നിർത്തി ബസ്സിലൊക്കെ കയറി കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ കിട്ടി. പിന്നെ ഷോപ്പിലെത്തിയിട്ട് നടക്കുകയാണ്. അപ്പോൾ 5ാമത്തെ ഫ്ലോറോ അങ്ങനെ എന്തോ ആയിരുന്നു ഞാൻ പോകുന്നത്. കുറച്ച് ഡ്രസ് മെറ്റീരിയൽസ്, മോക്ക് കുറച്ച് ഐറ്റംസൊക്കെ നോക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടി പോയിട്ട്, ഇത് ഓണം പ്രമാണിച്ച് കുറേ നമ്മുടെ സെറ്റും മുണ്ടിൻ്റെ കുറേ ബ്ലൗസ് പീസ് അങ്ങനെ ഒരുപാട് കളക്ഷൻ കേട്ടോ. ആവശ്യത്തിന് ചെന്നാൽ ഇതൊന്നും കാണത്തില്ല. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് അറിയത്തില്ല, എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ആവശ്യത്തിനാണ് ഇതൊക്കെ നോക്കി ചെല്ലണമെങ്കിൽ ഒന്നും കാണത്തില്ല. അതിന് ആവശ്യമില്ലാത്ത സമയത്ത് ചെല്ലണമെങ്കിൽ ഒരുപാട് കളക്ഷൻസും കാണും, ഒരുപാട് തുണിയും കാണും, കയ്യിൽ പാച്ചും കാണത്തില്ല. അവർ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയുള്ളൂ, ഒരു ദാവണി സെറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ചൊരു കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ നോക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് കളക്ഷൻ കേട്ടോ. നമ്മൾ സാധാരണ ഞാൻ മുന്നേ പോയപ്പോഴത്തേക്ക് തീരെ കളക്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ എന്തോ ഇപ്രാവശ്യം അത്യാവശ്യം നല്ല കളക്ഷൻ ഓണോ ആ സമയമൊക്കെ കഴിഞ്ഞുകൊണ്ടായോ ആവാം. പക്ഷെ ഞാൻ അതൊന്നും വാങ്ങിയില്ല. പിന്നെ അവിടെ നേരെ ഫാൻസിയിൽ കയറി ഇത് കണ്ടോ, ഇതൊരു നമ്മുടെ പണ്ടത്തെ ഒരു സ്മെല്ലുള്ള ഒരു മുല്ലപ്പൂവിൻ്റെയൊക്കെ ആ ഒരു, പക്ഷെ ആ ഒരു സ്മെല്ല് ഒരു വല്ലാത്തൊരു കുത്തുന്ന സ്മെല്ലായിട്ട്. ചിലർക്ക് ആ സ്മെല്ല് ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമല്ല സ്മെല്ല് വരുമ്പോഴത്തേക്ക്. ആ ഒരു സ്മെല്ല് എപ്പോഴും കാണുമല്ലേ, അത് ആ ഒരു എന്തോ എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ കുറച്ച് ബാൻഡ്സ് അങ്ങനെ ഇതൊന്ന് സ്ക്രഞ്ചീസ് അങ്ങനെയൊക്കെ ഇത് ഞാൻ എപ്പോഴും വാങ്ങും കേട്ടോ. അതിപ്പോൾ വീട്ടിൽ മുടി ഇങ്ങനെ ഇപ്പോൾ മുയിലിട്ട് വെക്കുമ്പോഴത്തേക്ക് എനിക്കത് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ വാങ്ങി. അപ്പോൾ പിന്നെ ഇതൊക്കെ വാങ്ങി കുറച്ച് 2-3 ഐറ്റംസൊക്കെ വാങ്ങി കേട്ടോ. എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ബില്ലിംഗ് സെക്ഷനിൽ ചെന്നപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ പഠിച്ചു പോയി, ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. പിന്നെ എല്ലാം തിരിച്ചു വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഈ ഒരു ഐറ്റംസ് ഈ ഒരു ഒറ്റ പീസാണല്ലോ, ഇത് 25 എന്നാണ് ഞാൻ കണ്ടത്, 25 രൂപ എന്ന് കണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ അത് കൊള്ളാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാണേ. പക്ഷെ അബദ്ധം പറ്റിയെന്തെന്ന് വെച്ചാൽ 2 എണ്ണത്തിന് 25 രൂപയായിരുന്നു. പിന്നെ തിരിച്ചു വെച്ചു. പിന്നെ ഈ ജിംകാസിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ. ഓണം കഴിഞ്ഞ സമയമായതുകൊണ്ട് കളക്ഷൻ ഒരുപാടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ജിംകാസ് കാണാനായിട്ട് പല മോഡലുള്ള ഒരു 150 രൂപ അങ്ങനത്തെ ആ ഒരു റേറ്റേ ഉള്ളൂ. പക്ഷെ കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അത്യാവശ്യം ഹെവിയാണ്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് കേട്ടോ. നമുക്ക് ഇടുമ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ആ ഒരു കാണുമ്പോഴത്തേക്ക് തന്നെ അത് അറിയാൻ പറ്റും. അങ്ങനെ കുറേ ജിംകാ സെക്ഷനിൽ ഒരുപാട് ജിംകാസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒന്നും വാങ്ങിയില്ല, കാരണം ഓണമൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ആപ്സിൻ്റെ പിന്നെ ഇത് റോസ്മേരി വാട്ടർ നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്? ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളവരെല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞ് അതിന് നോക്കണം, അതിന് യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എൻ്റെ തന്നെ ഫോട്ടോയൊക്കെ എടുത്ത് മിറർ കണ്ടാൽ ഫോട്ടോ എടുക്കുന്ന അതൊരു എന്തോ അതങ്ങ് ഇതായിപ്പോയി കേട്ടോ എനിക്ക്. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറേ നമ്മുടെ ഫ്ലവറിൻ്റെ ആ ഒരു സെക്ഷനിലൊക്കെ ഇങ്ങനെ കുറേ ഇങ്ങനെ വെറുതെ നോക്കുകയാണ് കേട്ടോ. എന്തായാലും വന്നതല്ല, അതും തനിച്ച് വന്നതിൽ പിള്ളേരുടെ ശല്യം പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ പിക്ചേഴ്സ്, നമ്മളെ പെയിൻറ്റിങ്സ് 150 രൂപ അങ്ങനെയൊക്കെ ഉള്ളോട്ട്. വീട്ടിലേക്ക് അത്യാവശ്യം സൈസും ഉണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് അതും 150 രൂപ 100 രൂപ അങ്ങനെയൊക്കെ. ഞാനിങ്ങനെ റേറ്റ് നോക്കും, 110 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് പെയിൻറ്റിങ്സ് കേട്ടോ, നല്ല എസ്തറ്റിക് ആയിട്ടുള്ള കുറേ പെയിൻറ്റിങ്സ്, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വീട്ടിലൊക്കെ വെക്കുമ്പോഴത്തേക്ക് ആ ഒരു പ്രത്യേക ഒരു വൈബായിരിക്കും അല്ലേ. പെയിൻറ്റിങ്സിന് ഒരു പ്രത്യേക ഒരു വൈബ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേയൊക്കെ ഇങ്ങനെ നോക്കി, പക്ഷേ വാങ്ങണമെന്നുണ്ട്. പിന്നെ ഒന്നും വാങ്ങിയില്ല. ഇത് വാങ്ങി കേട്ടോ, അതായത് നമ്മുടെ ചോളം. ഇതെൻ്റെ ഫേവറേറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലും പിള്ളേർക്ക് എന്നാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ജ്യൂസ് കഴിച്ചു, ഒരു സാൻഡ്വിച്ച് ഞാൻ പിന്നെ കഴിച്ചില്ല കേട്ടോ. കഴിക്കാതെ വീട്ടിൽ കൊണ്ടുവന്നു. കാരണം ഞാൻ വെള്ളദാഹം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രം
ഒരു ഇത് കുടിച്ചു എന്നല്ലാണ്ട് ഇതെല്ലാം മക്കൾക്ക് തന്നെ കൊണ്ടു കൊടുത്തോട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് വാങ്ങിയെന്നു കാരണം ഒരൊറ്റ പീസ് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് അവർ 2 സെറ്റായിട്ടാണ് തന്നത്. അൺഫോർച്ചുനേറ്റ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു അവസ്ഥ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെരുപ്പ് പൊട്ടി. ഇങ്ങനെ എവിടെ പോയാലും തനിച്ച് എപ്പോൾ പോയാലും അത് പൊട്ടിയത് എവിടെ വെച്ചാൽ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം. ഒരു കടയോ അടുത്ത് വേറെ ഒന്നുമില്ല. പിന്നെ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. ആ ചെരുപ്പ് പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിലൊക്കെ എത്തി. ചോളം പുഴുങ്ങി കഴിക്കാം, അതിൻ്റെ ആ ഒരു ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ചോളമൊക്കെ പുഴുങ്ങി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവനെ അതൊക്കെ കഴിച്ചു. ഹായ്, എങ്ങനെ എത്തി കേട്ടോ. കുറച്ച് മുന്നേ ആയതേ ഉള്ളൂ എത്തിയിട്ട്. ചൂട് വലിയ കുഴപ്പമില്ലായിരുന്നു, കാരണം രാവിലെ നല്ല മഴയായിരുന്നു, അതുകൊണ്ട് ചൂട് കുറവുണ്ടായിരുന്നു. യാത്രയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാം, യാത്രയുടെ ലാസ്റ്റ് ബസ് കയറാൻ നിന്നപ്പോഴത്തേക്ക് ചെരുപ്പ് പൊട്ടിപ്പോയി. വല്ലാത്തൊരവസ്ഥയായി. പിന്നെ ബാഗിനകത്ത് ഒരു പിന്നുണ്ടായിരുന്നു. പിന്നെ ആ പിന്നൊക്കെ എടുത്ത് എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. എന്തായാലും എത്തിപ്പറ്റി കേട്ടോ. ചെരുപ്പ് ചതച്ചു. സാധാരണ ഞാൻ എന്ന് പോയാലും എപ്പോൾ പോയാലും തനിച്ച്, അതും പ്രത്യേകിച്ച് തനിച്ച് പോയാലും, വണ്ടിയിലല്ല ബസ്സിൽ പോയാൽ മിക്കപ്പോഴും എൻ്റെ ചെരുപ്പ് പൊട്ടാറുണ്ട് കേട്ടോ. അതും എന്താണെന്ന് അറിയത്തില്ല, അതങ്ങനെ സംഭവിക്കും. അത് വല്ലാത്തൊരു സമയത്ത് അവസരത്തിലൊക്കെ ആയിരിക്കും പൊട്ടുന്നത്. കടകളൊന്നും ഇല്ലാത്ത അങ്ങനത്തെ ഒരു സമയത്തൊക്കെ ആയിരിക്കും പൊട്ടുന്നത്. ഇന്ന് എങ്ങനെയൊക്കെ വീടെത്തി കേട്ടോ. അപ്പോൾ സാധനങ്ങൾ വാങ്ങി എത്തി കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ കാരണം ചെറിയൊരു മിനി വ്ളോഗ് പോലെ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം. ബൈ.